രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞത് ഈ ചുമന്ന പൊട്ടും കൂടി തൊട്ട് കഴിയുമ്പോഴാണ് എൻ്റെ മുഖത്തൊരു വെളിച്ചം വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒരു പനി പിടിച്ച കോലമാണ് എനിക്ക് തന്നെ അങ്ങനെ എൻ്റെ മുഖം കാണുമ്പോൾ തോന്നുള്ളൂ. അപ്പോൾ ദേ വെട്ടവും വിളിച്ചൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ആട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന 4 ഇഡ്ഡലിയുടെ കാത്തിരിപ്പ് എനിക്ക് വേണ്ടിയായിരുന്നു. പിന്നെ സാമ്പാർ എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇതേപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എനിക്ക് പിന്നെ സാമ്പാറിന്റെ കഷ്ടങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സാമ്പാറിന്റെ ചാറ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. സാമ്പാർ മാത്രമല്ല ചമ്മന്തിയും കൂടെ ഉണ്ട് നമുക്കിന്ന് കഴിക്കാനായിട്ട്. ഞാനാണെങ്കിൽ ഇന്ന് ആദ്യമായിട്ടായിരിക്കും ചമ്മന്തി കൂട്ടി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചോറൊക്കെ അല്ലേ കഴിക്കണം. അപ്പൊ ഇതേപോലെ ഇടയ്ക്ക് ചേഞ്ച് ഒക്കെ ആവാം അല്ലേ. പിന്നെ ഉച്ചത്തെ ലഞ്ചിന് വേണ്ടി ഞാൻ മുട്ടയും കൂടി വറക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു ഉച്ചോറക്കം എല്ലാം കഴിഞ്ഞു വന്നുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ കിളി പോയ പോലെ ഇരിക്കുന്നത്. പോയ കിളീനൊക്കെ തിരിച്ചു വരുത്തിയിട്ട് ഇവിടെ ഓംലേറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓംലേറ്റും ക്യാബേജും സാമ്പാറാണ് നമുക്ക് ഉച്ചത്തെ ലഞ്ചിനായിട്ട്. രാവിലെ ഇഡ്ഡലിയായ സ്ഥിതിക്ക് വൈകുന്നേരം എന്തായാലും ദോശ ഇരിക്കില്ല. അപ്പൊ രാവിലത്തെ മാവ് ബാക്കിയുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ദോശ ചുട്ടിട്ടുണ്ട്. അപ്പൊ ദോശയുടെ കൂടെ ചായയും കൂടി വെച്ചതോടെ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോ കാണാം അല്ലേ.